നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മനോരമ നല്ലപാഠം പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ സമക്ഷം ഷോർട്ട് ഫിലിമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. എന്താ ശ്രീകുട്ട മോൻ മാറിയിരിക്കുന്നത്? മോൻ വരുന്നില്ലേ വെള്ളം ഒഴിക്കാൻ? ഞാൻ വരുന്നില്ല, എനിക്ക് സ്കൂളിൽ പഠിക്കണ്ട. ഇത് അപ്പുമാഷ് ഉണ്ടാക്കിയ സ്കൂളാ. എനിക്ക് വേറെ സ്കൂളിൽ പോണം. വേറെ സ്കൂളിൽ പോകാനോ? വേറെ സ്കൂളില് എനിക്ക് അപ്പുമാഷ് ഇല്ലാത്ത സ്കൂളിൽ പഠിച്ചാ മതി. അതിന് മാത്രം എന്ത് പറ്റി കുഞ്ഞേ? എനിക്ക് അപ്പുമാഷിനെ ഇഷ്ടല്ല. എല്ലാരും കാണിയ അപ്പുമാഷ് എന്നെ വഴക്ക് പറ. എനിക്കിവിടെ ആരുമില്ല. എന്റെ കൂടെ കളിക്കാൻ ആരും വരില്ല. എന്നെ ഇവിടെ ആർക്കും ഇഷ്ടല്ല. ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്നോട് മിണ്ടില്ല. ക്ലാസ്സിലെ പെൺകുട്ടികള് എന്നെ നോക്കി ചിരിക്കും. എനിക്കിവിടെ പഠിക്കണ്ട. അതൊക്കെ പോട്ടെ, അതൊന്നും ഓർത്ത് മോൻ കരയണ്ട കേട്ടോ. മോൻ നല്ല കഴിവുള്ളവനല്ലേ? എനിക്ക് പടം വരയ്ക്കാൻ വലിയ ഇഷ്ടാ. വീട്ടില് ഒരുപാട് പടങ്ങൾ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. നാളെ വരുമ്പം മോൻ നല്ല ഇഷ്ടമുള്ള ഒരാളിന്റെ പടം വരച്ചിട്ട് വരണം കേട്ടോ. ഇല്ല, ഞാൻ വരില്ല. ഈ അപ്പുമാഷുള്ള സ്കൂളില് ഇനി ഞാൻ വരില്ല. അതൊന്നും സാരമില്ല മോനെ. മോനെ നാളെ അപ്പുമാഷ് ഒന്നും പറയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് കൂടുതൽ ഇഷ്ടം കുഞ്ഞുങ്ങളോടാ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാൻ ദൈവം ആരെയും സമ്മതിക്കില്ല. അതുകൊണ്ട് നാളെ മോൻ ഒരു സർപ്രൈസ് ഉണ്ടാകും, ഉറപ്പ്. മോനി നീ എന്തെടുക്കിയ? അമ്മേ, ഇത് നോക്കിയേ, എങ്ങനുണ്ട്? എന്തിനാ മോനെ ബിന്ദു ടീച്ചറിന്റെ കരയുന്ന പടം വരച്ചത്? പടം കൊള്ളാമല്ലോ എന്ന് പറ. അയ്യോ, കൊള്ളം കൊള്ളം, നല്ല പടമാട്ടോ, മിടുക്കൻ. എന്തിനാന്ന് വെച്ചാലേ, ഇടയ്ക്കൊക്കെ ടീച്ചർ എന്റെ കയ്യെ പിടിച്ചിരുന്ന് കരയും. എന്തിനാ അമ്മ അങ്ങനെ കരയുന്നേ? ആഹാ, വലിയേട്ടൻ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അതെന്താടി കൊച്ചേ നീ അങ്ങനെ പറഞ്ഞത്? കുറച്ചായി വലിയേട്ടൻ ഈ വഴിക്കൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. അതെനിക്ക് മനസ്സിലായി. ചുമ്മാ തന്നെ കാണാൻ വരേണ്ട കാര്യമില്ലല്ലോ ഏട്ടന്. ആ
നമ്മുടെ ആതിരയ്ക്ക് ഒരു കല്യാണാലോചന. ആഹാ, എവിടുന്ന് ചേട്ടാ? കലഞ്ഞൂരിലെ ഗായത്രി ഗ്രൂപ്പിന്റെ മാനേജരാണ് പയ്യൻ. അവർക്ക് നമ്മുടെ കൊച്ചിനെ ഇഷ്ടമായോ? അവർക്ക് നമ്മുടെ കൊച്ചിനെ നന്നേ പിടിച്ചു. ഈ വരുന്ന ഞായറാഴ്ച അവര് നമ്മുടെ വീട്ടിലേക്ക് വരും. അവര് വരുമ്പം നീയും ഉണ്ടാകണം. അതിനെന്താ ചേട്ടാ, ഞാൻ വരാം. പിന്നെ ഞായറാഴ്ച നീ വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാ മതി, ശ്രീകുട്ടനെ കൊണ്ടുവരണ്ട. അവര് നല്ല തറവാട്ടുകാരാ. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് അവരറിഞ്ഞ നാണക്കേടാ. എന്റെ കൊച്ചിന് അവിടെ പോയി ജീവിക്കേണ്ടതല്ലേ? എന്റെ കുഞ്ഞ് ശല്യമായൊരിടത്ത് ഞാനും ഒരു ശല്യമായിരിക്കും. ഞാൻ വരുന്നില്ല ചേട്ടാ. നിന്റെ തീരുമാനം ഉറച്ചതാണോ? നാളെ ഒരാവശ്യം വന്നാൽ ഞങ്ങൾ ആരും കൂടെ കാണില്ല. ചേട്ടൻ ആ ഫോട്ടോ കണ്ടോ? ആ മനുഷ്യൻ പോയതിനു ശേഷം വഴി തെറ്റിപ്പോലും ഒരു ബന്ധുവിനെ ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ അയക്കൂ. കണ്ടോ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടല്ലേ? ഞാൻ കൂടി പോയാ ഈ ലോകത്ത് നമ്മുടെ മൂന്നിന് പിന്നെ ആരുണ്ട്? അമ്മ അമ്മ എന്തിനാ അമ്മ കരയുന്നേ? ഗുഡ് മോർണിംഗ്. സിറോൺ എല്ലാവരും ഇന്നലത്തെ ഹോംവർക്ക് ചെയ്ത് കാണുമല്ലോ. ഓക്കെ, ബുക്ക് എടുത്താട്ടെ. ശ്രീകുട്ട, നീ എന്താ കാണിക്കുന്നത്? ഡെസ്കിൽ കുത്തി വരയ്ക്കാൻ പാടില്ല. ഞാൻ ഇനിയും വരയ്ക്കും. വരച്ചാൽ നല്ല ചുട്ട അടി ഞാൻ തരും. അല്ല പിന്നെ ഞാൻ പോവാ. നിക്കണ അവിടെ. ഞാൻ പോവാ. ആരാ? ഞാനിവിടെ പുതിയ അപ്പോയിന്റ്മെന്റാ, HSA ഇംഗ്ലീഷ്. ഓ ശരി. സാറേ, ആ കുട്ടി എന്ത് ചെയ്യാനാ? അതൊരു ID കുട്ടിയാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ കുറെ പരിഷ്കാരങ്ങളെ. എല്ലാവരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കണം. എന്നും ക്ലാസ്സിൽ പ്രശ്നങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു പോകും. പിന്നെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്ന് അകത്ത് കയറ്റി പഠിപ്പിക്കണം. എന്ത് ചെയ്യാനാ മാഷേ? അതൊക്കെ പോട്ടെ, മാഷ എവിടുന്നാ? സാറേ, പാലക്കാടിനടുത്ത് ഒലവക്കോടാണ് എൻ്റെ വീട്. ഇതെന്റെ ആദ്യ നിയമനമാണ്. എന്റെ പേര് ജോർജ് വർഗീസ്. GV എന്ന് വിളിക്കും. ഞാൻ ഇവിടുത്തെ കണക്കുവാദ്യാരാ. സ്നേഹമുള്ളവരെന്നെ അപ്പമാഷേ എന്ന് വിളിക്കും. എന്നാ ഞാനും അപ്പമാഷ എന്ന് വിളിക്കാം. എല്ലാവരുടെയും പേരിൽ പുതിയതായി വന്ന ജോർജ് വർഗീസ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി മറ്റെന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇനി ഫൈനൽ എക്സാമിനേഷന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. 100% റിസൾട്ടാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ മിക്സഡ് കുട്ടികളെ, അതായത് നമ്മുടെ IED കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന സമ്പ്രദായം നമ്മുടെ സ്കൂളിലെങ്കിലും ഒഴിവാക്കണം. അത് വളരെ വലിയ ശല്യമാണ് ക്ലാസ്സുകളിൽ ഉണ്ടാക്കുന്നത്. പോർഷൻ തീർക്കാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, എലൈറ്റ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റാഫ് മീറ്റിംഗിൽ ഞാനിത് സൂചിപ്പിക്കുന്നത്. സാറ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല. അവരും പഠിക്കാനാണ് വരുന്നത്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ എന്നാണ്. വലിയ തത്വം പറയാനൊന്നും ഞാനില്ല ടീച്ചറെ. ഇന്നും ടീച്ചർ കണ്ടതാണ് ശ്രീകുട്ടൻ എന്നോട് കാണിച്ചത്. നമുക്കാകെ കിട്ടുന്നത് 40-45 മിനിറ്റ് സമയമാണ്. പോർഷൻ മൊത്തം തീർക്കാനായി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ എന്ത് തീരുമാനമെടുക്കണം? അതിപ്പോ ടീച്ചറെ, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. കുട്ടികൾ അവിടെ കപ്പയൊക്കെ നട്ട് നടക്കട്ടെ. നമുക്ക് അവർക്ക് വേണമെങ്കിൽ പ്രത്യേക ക്ലാസും കൊടുക്കാം. ടീച്ചറെ, IED കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അതിന് പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരെ സർക്കാർ തന്നെ എല്ലാ സ്കൂളുകളിലും നിയമിക്കണം. സോ നമ്മുടെ സ്കൂളിന് 100% വിജയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു മാർഗമുള്ളൂ. ശിലായുഗത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് പ്രാചീന ശിലായുഗം, 2 നവീന ശിലായുഗം. ഈ പ്രാചീന ശിലായുഗം എന്ന് പറയുമ്പോൾ ഈ പഴയ മനുഷ്യൻ കല്ല് ആയുധമാക്കിയ കാലങ്ങൾ.
ആഹാ, എങ്ങനെയുണ്ട് സാറേ പിള്ളേരൊക്കെ? കുഴപ്പമില്ല ടീച്ചറെ, ഭംഗിയായിട്ട് പോകുന്നു. ഈ പീരീഡ് ഫ്രീ ആണ്. ഫ്രീ ആണ്. ടീച്ചറെ, ആ സാറേ. ടീച്ചറിന്റെ പേരെന്താ? ബിന്ദു. സാറിന്റെ പേര്? ജോർജ് വർഗീസ്. സ്ഥലം പാലക്കാടാണ്. ടീച്ചറിന്റെ വീട് എവിടെയാണ്? പത്തനംതിട്ടയ്ക്കടുത്ത് കൂടൽ എന്ന് പറയും. ടീച്ചർ ഇവിടെ എത്ര നാളായി? 17 വർഷം കഴിഞ്ഞു. ഈ കുട്ടികളെ ക്ലാസ്സിൽ പഠിക്കാൻ വിടാറില്ല ടീച്ചറെ? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ഈ കുട്ടികൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്ത് പച്ചക്കറിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. എന്താ സാറേ പറയുക? ഒരു ടീച്ചറിന് 5 കുട്ടികളെ പഠിപ്പിച്ചാൽ മതിയെന്ന് നിയമമുള്ളിടത്താണ് ഇവിടെ 60-ൽ പരം കുട്ടികളും ഞാനൊരു അധ്യാപികയും. ടീച്ചറിന് ഇത് റിപ്പോർട്ട് ചെയ്തുകൂടെ? സാറിനറിയാമോ, ഞാനിവിടെ പെർമനന്റ് അല്ല, ടെമ്പററി പോസ്റ്റാണ്. നമ്മുടെ ഈ സ്കൂളിൽ 58ഓളം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവരെ നോക്കാനോ പഠിപ്പിക്കാനോ ഒരു സ്കൂളിലും ട്രെയിൻഡ് ടീച്ചേഴ്സിന്റെ പെർമനന്റ് പോസ്റ്റ് ഇല്ല സാറേ. ഒരുപാട് പഠനത്തിന്റെ ഭാഗമായല്ലേ ഇവരെ ഈ ഓപ്പൺ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നത്? പിന്നെ എന്താ ഇങ്ങനെ? അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ കുട്ടികളിൽ ചിലർ പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. മറ്റു കുട്ടികൾ അവരെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ പോകാൻ താല്പര്യം കുറവാണ്. ചിലർ ക്ലാസ്സിൽ ശല്യമാണെന്നും പറഞ്ഞ് അപ്പുമാഷിനെ പോലെയുള്ളവർ ഇവരെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നു. ഇവരുടെ പേരൻസ് ഇതിനൊന്നും കംപ്ലൈന്റ് ചെയ്യില്ലേ? പല കുടുംബങ്ങളും ബ്രോക്കൺ ഫാമിലിയാണ്. ഇവരോട് സഹതാപം കാണിക്കാനല്ലാതെ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും തയ്യാറല്ല. സാർ ആ കുട്ടിയെ കണ്ടോ? അവളുടെ അപ്പൻ ജയിലിലാണ്, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. അച്ഛൻ ജയിലിലായതുകൊണ്ട് നാട്ടുകാരൊന്നും ആ കുടുംബത്തെ നോക്കില്ല. അവളുടെ അമ്മ കൂടി പോയാൽ പിന്നെ അവളുടെ ജീവിതം എന്തായിരിക്കുമല്ലേ? സർക്കാരിന് ഇതിലൊരു നിലപാടില്ലേ ടീച്ചറെ? ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെങ്കിലും നിയമിക്കാൻ. മന്ത്രിക്ക് നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരെ നോക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച പെർമനന്റ് ആയിട്ടുള്ള അധ്യാപകരെ നിയമിക്കണമെന്ന്. പക്ഷെ സർക്കാരിന്റെ കാര്യമൊക്കെ അല്ലേ, നടന്നു വരുമ്പം ഒരു സമയമാകും. എന്താണല്ലേ ഓരോരോ അവസ്ഥകൾ. സാറിനറിയാമോ, +2 വരെയൊക്കെ നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിച്ചു വിടും. പിന്നെ ഇവരുടെ വിദ്യാഭ്യാസ ജീവിതമൊക്കെ ഒരു വഴിയാ സാറേ. ടീച്ചർ നോക്കിക്കോ, അധികം താമസിയാതെ ഇതിനൊരു മാറ്റം വരും. ടീച്ചർ എന്റെ മനസ്സ് പറയുന്നു എല്ലാം ശരിയാകുമെന്ന്. ഈ ഓപ്പൺ സ്കൂളിൽ വന്ന് മറ്റ് കുട്ടികളുടെ മുൻപിൽ കളിയാക്കപ്പെടുന്നതിനും ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൈപിടിച്ച് നടത്തുവാനുള്ള അധ്യാപകരുടെ കൃത്യമായ നിയമനത്തിനും ഒരു നല്ല സംവിധാനം ഉണ്ടാകും. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഒരിടത്തൊരു പയ്യനുണ്ടായിരുന്നു. അവന് സ്വന്തമായി അമ്മ മാത്രമേ ഉള്ളായിരുന്നു. പാവം അവന്റെ അമ്മ അവനെ അടുത്തുള്ള സ്കൂളിൽ ചേർത്തു. അവിടെയുള്ള അധ്യാപകർക്ക് അവനെ അവിടെ പഠിപ്പിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അവൻ കുസൃതിയായിരുന്നു. അങ്ങനെയുള്ള അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. പിന്നെ അവന്റെ അമ്മ അവനെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. അവൻ വലിയൊരു ശാസ്ത്രജ്ഞനായി മാറി. അതാരാന്ന് അറിയണോ നിങ്ങൾക്ക്? അദ്ദേഹമാണ് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. ജീവിതത്തിൽ നമ്മളും ഒന്നിനെയും പേടിക്കരുത്. കാരണം നമ്മൾ എന്തിനെ പേടിക്കുന്നു അത് നമ്മളെ ഓടിച്ചിട്ട് പേടിപ്പിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. എന്നാലേ നാളെ ലോകം നമ്മളെ ഓർക്കൂ. അതിനായി നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ നന്നായിട്ട് പാട്ട് പാടും. ഞാൻ കഥ എഴുതും. ഞാൻ പാട്ടുണ്ടാക്കും. ഞാൻ നന്നായിട്ട് പടം വരയ്ക്കല്ലോ. ശ്രീകുട്ടൻ നല്ല കഴിവുള്ളവനാ സാറേ. മോൻ വരച്ച പടം സാറിനെ ഒന്ന് കാണിച്ചേ. ആരുമില്ല സാറേ ഈ ശ്രീകുട്ടനെ കൈപിടിച്ചു കൊണ്ടുപോകാൻ. അപ്പുമാഷ് സമ്മതിക്കുകയുമില്ല. ഈ ശ്രീകുട്ടനുണ്ടല്ലോ, ജില്ലയിൽ പടം വരപ്പിന് 1ാം സ്ഥാനം വാങ്ങിയ കുട്ടിയാ.
ഭിന്നശേഷി കുട്ടികളുടെ സംസ്ഥാനതല കലാമത്സരം വരികയാണ് അടുത്ത ആഴ്ചയിൽ. പക്ഷേ ഒരു പെർമനന്റ് അധ്യാപിക ഇല്ലാതെ സ്കൂളിൽ നിന്ന് പോകാൻ പറ്റില്ല. ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം ഇവരെ. പക്ഷെ പെർമനന്റ് ടീച്ചേഴ്സ് ആരും വില്ലിങ് അല്ല കൂടെ വരാൻ. പാവം, അവന്റെ വിഷമം ആര് കാണാൻ? ടീച്ചർ ഇതെങ്ങനെ ചെയ്യുന്നേ? ടീച്ചറെ ടീച്ചറെ എങ്ങനെയുണ്ട് സാറേ കുട്ടികൾ? നന്നായി പോകുന്നു ടീച്ചറെ. സാറിന്റെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ടീച്ചർ, ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. എന്താ സാറേ? ടീച്ചറെ, നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ചിത്രരചനാമത്സരം വരികയാണ് അടുത്ത ആഴ്ച. ശ്രീകുട്ടൻ ഉണ്ടല്ലോ, അവൻ നന്നായിട്ട് പടം വരയ്ക്കും. അവനെ അതിലൊന്ന് പങ്കെടുപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സാറേ, അവന്റെ പേരൻസ് ഒക്കെ വില്ലിങ് ആണോ? ഞാൻ സംസാരിച്ചു, അവന്റെ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ബിന്ദു ടീച്ചറും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സാറിന് അത്ര ഉറപ്പാണെങ്കിലും ഒക്കെ കൊണ്ടുപോയിക്കോ. താങ്ക് യു ടീച്ചർ. ശരി സാർ. പുതുതായി വന്നതിന്റെ ആവേശമാ. അവനെ കൊണ്ടുപോയിട്ട് എന്തോ കിട്ടാനാ? മോട്ടയിട്ട് തിരിച്ചു വരുമ്പോ അല്ലാതെന്താ? ഈ മക്കൾക്ക് പിന്നിട്ട ദൂരത്തേക്കാൾ ഏറെയാണ് പിന്നിടാനുള്ള ദൂരമെന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയണം. സഹതാപം മാത്രമല്ല, കൈപിടിക്കാനും പരിലാളിക്കാനും എന്തിനേറെ ഈ നിഷ്കളങ്ക മനസ്സുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും ആളുണ്ടാകണം. ആ ചിന്തകൾക്ക് വഴിത്തിരിവാകട്ടെ സമക്ഷം. നാളത്തെ ഇവരുടെ ജീവിതം എങ്ങനെ എന്ന ചോദ്യത്തിനു മുമ്പിൽ അങ്കലാപ്പോടെ പകച്ചു നിൽക്കുകയാണ് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ. മകനോ മകളോ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരായി പോയതിൽ പരിതപിക്കുന്നവരുണ്ട്. ആ മാതാപിതാക്കളുടെ ആശങ്ക അകറ്റാൻ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ വേണം. ഭരണകർത്താക്കളുടെ ഉറച്ച തീരുമാനം വേണം. അവസരങ്ങൾ നഷ്ടപ്പെട്ടവരെ കരുതുക എന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം അതാണ്. അവരെ കരുതാം, അവരെ സംരക്ഷിക്കാം, അവരെ സ്നേഹിക്കാം, അവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാനും നിങ്ങളും ഈ സമൂഹവും അശ്രാന്ത പരിശ്രമം നടത്തണം. കഴിയുന്നതെല്ലാം ചെയ്യണം. അതാണ് നമ്മുടെ കടമ. അത് നമുക്ക് നിർവഹിക്കാം. സ്നേഹപൂർവ്വം, കെ ബി ഗണേഷ് കുമാർ.